ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഹൈറേഞ്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഇന്നലെ ഉണ്ടായിരുന്ന മാധ്യമ റിപ്പോർട്ടുകളൊക്കെ. അതുകൊണ്ട് എല്ലാവരും തന്നെ കുറച്ച് പാനിക്കായിട്ടാണ്, ഇവർ ഉപയോഗിക്കുന്ന വേർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം, പാനിക്കായിട്ടാണുള്ളത്. ബുദ്ധിയില്ലാത്ത കുറച്ച് ലേഡീസ് മാത്രമാണ് ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത്. ഹൈറേഞ്ച് എവിടെയും പോയിട്ടില്ല, പോയാലല്ലേ തിരിച്ചു വരാനുള്ളൂ, ഇതിവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള വോയിസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഇന്നലെ കണ്ണൂർ സിംബം ഇന്നലെ ഒരു സൂം മീറ്റിങ്ങിൽ ലൈവായിട്ട് കണ്ടതാണ്. അതിൽ അദ്ദേഹം വളരെ മോശമായിട്ടാണ് കാണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കോട്ടില്ല, അദ്ദേഹത്തിന് ആളെ തന്നെ മനസ്സിലാകുന്നില്ല, ആകെ പാനിക്കായിട്ട് ടെൻഷൻ അടിച്ച് ഉള്ളതാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയുടെ സിംബമാണ് അദ്ദേഹം. കണ്ണൂർ ജില്ലയുടെ സിംബം ഈ കോലത്തിലൊക്കെ കാണുമ്പോൾ അല്ലേ നമ്മൾ പറയാല്ലേ, സിംബം എന്തായാലും സിംബം തന്നെയാണ്. അപ്പോൾ കമ്പനി പൂട്ടി കഴിഞ്ഞാലും നിങ്ങൾ സിംബം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനുള്ള പരാതി എന്ന് പറയുന്നത് ഏതോ കന്നഡക്കാരൻ പൊട്ടൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ പൊട്ടൻ എന്നുള്ള വാക്ക് ഞാനല്ല, മറ്റ് ചിലതൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ ഈ കണ്ണൂർ സിംബം എന്നുള്ള വാക്ക്, പൊട്ടൻ, നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത ഒരു വാക്കും കൂടി പറയുന്നത് മറ്റേ ദൃശ്യം 5000 കോടിക്ക് വിറ്റു, അത് 25,000 ഉണ്ടാക്കി എന്ന് പറഞ്ഞ ആ പൊട്ടൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻ്റർവ്യൂ വളരെ ക്ലിക്കാണ്, പോലീസുകാരടക്കം അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചില്ലറക്കാരനല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ആൾക്കാർ പൊട്ടൻ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സംസാരിക്കാൻ ജബ പറയാൻ പറ്റാത്ത അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടല്ല നമ്മൾ നിങ്ങളെ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. ഈ 5000 കോടി ദൃശ്യം 2 OTTയിൽ 5000 കോടിക്ക് വിറ്റു എന്നും, അത് 5000 വെച്ചിട്ട് ആമസോൺ പ്രൈമുകാർ 25,000 കോടി ഉണ്ടാക്കി എന്നുള്ള കണക്കൊക്കെ പറയുന്ന നിങ്ങളെ ചോറ് വയ്ക്കുന്ന മലയാളികൾ പൊട്ടൻ എന്നല്ലാതെ സാമ്പത്തിക വിദഗ്ധൻ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സാറേ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എത്രയോ 18 വീട് വെച്ചു എന്നോ 1000 കാർ ഉണ്ടാക്കിയെന്നോ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യം കൂടി പറയണം. എന്ത് ബിസിനസ്സാണ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി പറയണം. മണി ചെയിൻ ബിസിനസ്സാണ്. നമ്മുടെ കള്ളച്ചാരായ ഉണ്ടാക്കൽ, മയക്കുമരുന്ന് വിൽപ്പന, വ്യഭിചാരം, അതുപോലെ നിരോധിച്ച ഒന്ന് തന്നെയാണ് മണി ചെയിൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് നിങ്ങളൊക്കെ കാറ് വാങ്ങിയെന്നും വീട് വെച്ചെന്നും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചെറുകുന്നത്തമ്മയെ വിളിച്ച് സത്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളോട് പൈസ ആൾക്കാർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ ശ്രീ അന്നപൂർണേശ്വരി അമ്മയെ വിളിച്ചിട്ട്, ചെറുകുന്നത്തമ്മയെ വിളിച്ചിട്ട് സത്യം ചെയ്യാൻ പറ്റുമോ? അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു അല്പം പോലും സത്യത്തിൻ്റെ അല്ലെങ്കിൽ കരുണയുണ്ടെങ്കിൽ നിങ്ങളോട് ആൾക്കാർ തിരിച്ചു ചോദിക്കുന്ന, അത് ചെറിയ സംഖ്യ ആയിക്കോട്ടെ വലിയ സംഖ്യ ആയിക്കോട്ടെ, നിങ്ങൾ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് മാന്യത കാണിക്കണം. എന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഓൺലൈനിൽ സൂമിലൊക്കെ വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കണം. 10,000-ഉം 20,000-ഉം ലക്ഷങ്ങളും ഇട്ട പാവങ്ങളുടെ കണ്ണീര് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആർഭാടപരമായ ജീവിതം നയിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നിങ്ങൾക്ക് അവരുടെയൊക്കെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കണ്ണൂർ സിംബം ഏതായാലും കുറച്ച് സമാധാനിക്കുക. എന്തായാലും പോലീസിൻ്റെയൊക്കെ കള്ളാസൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ അവർ പോലീസ് പറയുമ്പോൾ ഒക്കെ പോവുക, പോലീസ് വിളിക്കുമ്പോഴൊക്കെ മറുപടി പറയുക, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, സീനാവും എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.